വളരെ അനുഗ്രഹീത രാത്രിയിൽ ദൈവവചന പരമ്പര കേൾവിക്കായി ആഗതരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ കർത്തൃദാസന്മാർ, മാതാപിതാക്കൾ, എല്ലാ കുടുംബസ്ഥർക്കും ക്രിസ്തുവിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. മാധ്യമങ്ങൾ വഴി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കൂടെ അറിയിക്കട്ടെ. നമുക്ക് ഇന്ന് നിത്യമായ രാജ്യവും വരുന്ന രാജ്യവും എന്ന ക്ലാസിഫിക്കേഷൻ പഠിക്കാം. നമ്മളെല്ലാ ക്ലാസ്സുകളിലും കൃത്യമായ രേഖയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതുവരെ. ഇന്ന് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. നിത്യമായ രാജ്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടിരുന്നു, വരുന്ന രാജ്യത്തെക്കുറിച്ച് കണ്ടിട്ടില്ല. എന്നാൽ പ്രിപ്പയർഡ് കിങ്ഡം, ഒരുക്കി വെച്ച രാജ്യത്തെക്കുറിച്ച് കണ്ടിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നിത്യമായ രാജ്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നു. മോൾക്ക് വായിക്കാൻ പറ്റുമോ മോളെ ഗ്രീഷ്മോൾ? Eternal Kingdom, revealing the experiences of the eternal kingdom, 5 different occasions across different. 3 വിധ പശ്ചാത്തലങ്ങളിൽ 5 വിധ അവസരങ്ങളിൽ നിത്യരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന വലിയൊരു പാഠഭാഗം ബൈബിൾ പറയുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ എടുത്തു പറയുകയാണ്. 3 വിധ പശ്ചാത്തലമാണ് അതിനുള്ളത്. ആ 3 വിധ പശ്ചാത്തലം ഞാനിപ്പോൾ ഇവിടെ കാണിക്കും, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അത് ഒന്ന് പൂർവ നിത്യതയിൽ അഥവാ ലോകം ഉണ്ടാകും മുമ്പ് ഉള്ള നിത്യതയിൽ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്. അതിനകത്തേക്ക് നമ്മൾ ഇതുവരെ പ്രവേശിച്ചിട്ടില്ല, പ്രവേശിക്കാൻ പോകുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, 3 ഭാഗമായിട്ടാണ് പഠിക്കേണ്ടത്. രാജ്യം പൂർവ്വ നിത്യതയിൽ, ലോകം ഉണ്ടാകും മുമ്പ് എന്തായിരുന്നു, ആ രാജ്യം സംബന്ധിച്ച് ബൈബിൾ എന്താ പറഞ്ഞത് എന്ന കാര്യം അറിയേണ്ടതാണ്. നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ് രാജ്യം എന്ന് കൃത്യമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിത്യമായ സ്വർഗാദി സ്വർഗ രാജ്യം, ആ രാജ്യത്തിൽ ലോകം ഉണ്ടാകും മുമ്പ് എന്ന് പറയുമ്പോൾ ലോകമില്ല, ലോകമില്ലാത്ത ആ സമയം, ആ സന്ദർഭം, ആ പശ്ചാത്തലം, അതിൽ എന്തൊക്കെ മനസ്സിലാക്കാനുണ്ട്, ബൈബിൾ എന്തൊക്കെ പറയുന്നുണ്ട്, അതിനാണ് ഒന്നാമത്തെ ഭാഗം എന്നറിയുന്നത്. നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ ഈ വാക്യങ്ങൾ അതിന് സഹായകമാണ്. തൽക്കാലത്തേക്ക് നമ്മൾ പഠിച്ചു വന്ന വാക്യങ്ങളാണെങ്കിലും 2 കൊരിന്ത്യർ 5:1 നമ്മൾ വായിച്ചിട്ടില്ല, അത് പിന്നീട് വായിക്കും. സങ്കീർത്തനം 68:33 നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ എന്ന് കണ്ടു. യെശയ്യാ 63:15 വിശുദ്ധിയും മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന, ദൈവത്തിൻ്റെ വിശുദ്ധിയും മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന അതേ സ്വർഗങ്ങളാണ് എന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ട് 2 കൊരിന്ത്യർ 5:1 കാണുന്നുണ്ട് നിത്യമായ ഭവനം എന്ന വാക്ക്. നിത്യമായ ഭവനം എന്നൊരു വാക്കുകൂടെ നമ്മൾ കാണുന്നുണ്ട്. ഈ നിലയിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക. ബിഫോർ ദ വേൾഡ് വാസ്, ലോകം ഉണ്ടാകും മുമ്പ്, വിതൗട്ട് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചമില്ല, ഒരു തരി പോലും പ്രപഞ്ചമില്ല. ആ ടൈമിൽ എന്തൊക്കെയാണ് സ്വർഗത്തിൽ നടന്നിട്ടുള്ളത്, രാജ്യത്തിൽ നടന്നിട്ടുള്ളത്, രാജ്യത്തിലെ നിർണയങ്ങൾ എന്തൊക്കെയാണ്, അത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മൾ അവിടേക്ക് വന്നു ചേരും. നമ്മളിവിടെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി കാണിക്കുകയാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ വായിച്ചോളൂ. The kingdom in present eternity. രാജ്യം ഗതകാല നിത്യതയിൽ എങ്ങനെയാണ്? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഇപ്പോൾ നിത്യരാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഭാഗം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വായിച്ചാട്ടെ. Eternal heavens of heavens and universe. നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളും പ്രപഞ്ചവും, നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളും പ്രപഞ്ചവും ആണ് ഗതകാല നിത്യതയിലുള്ളത്. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചെഴുതുക. ഗതകാല നിത്യതയിൽ ഉള്ളത് ശ്രദ്ധിച്ചെഴുതുക. നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളും ഈ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചവും. ഈ ടൈമിൽ നിത്യമായ രാജ്യത്തിൽ എന്തൊക്കെയുണ്ട്,
ഈ രാജ്യത്തിൻ്റെ പ്രദർശനങ്ങൾ ലോകത്തിൽ എന്തൊക്കെയുണ്ട്? വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നിത്യരാജ്യത്തിൻ്റെ പ്രദർശനങ്ങൾ, ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. അതെന്തെല്ലാമാണ്, അതെന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് ഗ്രഹിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നു. നിങ്ങളുടെ മനസ്സിൽ ഇത് കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ ബൈബിൾ തരുന്ന വിശാലമായ ചിന്തകൾ സംശയമായി മാറും. ഇവിടെ സംശയം ഉണ്ടാകില്ല നമുക്ക് ശരിക്കും ശ്രദ്ധിച്ചാൽ. ഒന്ന്, പൂർവ്വനിത്യത, സൃഷ്ടിക്കപ്പെടും മുമ്പുള്ള നിത്യത. ആ നിത്യതയിലെ നിർണയങ്ങൾ എന്തൊക്കെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ആ നിത്യതയിൽ ആയിരുന്നപ്പോൾ എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, നിത്യമായ സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും ഉണ്ടല്ലോ. നിത്യമായ സ്വർഗാദി സ്വർഗം ഇപ്പോൾ നിലവിലുണ്ട്, എപ്പോഴും ഉണ്ട്. അതോടൊപ്പം ചേർന്ന് വന്നതാണ് യൂണിവേഴ്സ്, ഈ കോസ്മോസ്, ഈ പ്രപഞ്ചം, സൃഷ്ടി മുഴുവനും. ഇപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? മൂന്നാമത്തെ നമുക്കൊന്ന് വായിക്കാം. മോളെ വായിച്ചാട്ടെ. The kingdom in pending eternity. വരും നിത്യതയിൽ രാജ്യം എന്തായിരിക്കും? വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. വരുന്ന നിത്യതയിൽ അഥവാ പ്രപഞ്ചം തീർന്ന ശേഷം രാജ്യം എന്തായിരിക്കും? ഒന്നുകൂടെ എടുത്തു പറയുന്നു, ഈ പ്രപഞ്ചം കത്തിയെരിയാനുള്ളതാണ്. ഇതിനകത്തെ എല്ലാ അംശങ്ങളും കത്തിയെരിയും. വളരെ വ്യക്തമായ 6 വേദഭാഗങ്ങൾ ഇത് കത്തിയെരിയുമെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കത്തിയെരിഞ്ഞ ശേഷം നിത്യമായ രാജ്യവും അടുത്ത പദ്ധതികൾ എന്തായിരിക്കും? അതിലേക്കാണ് നമ്മളിപ്പോൾ വിരലൂന്നുന്നത്. മക്കളൊന്ന് വായിച്ചോളൂ. Eternal heavens of heavens and new earth, new heaven. ഒന്നുകൂടെ മോള് നിർത്തി വായിച്ചോളൂ. ആൻഡിന് മുമ്പ് നിർത്തണം. വായിച്ചോളൂ. Eternal heavens of heavens അതിന് and മാറ്റമില്ല. new earth. അതിന് മാറ്റമില്ല. നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾക്ക് മാറ്റമില്ല. പിന്നെ എന്താണ്? ആഡ് ചെയ്യുന്നതാണ്, കൂട്ടിച്ചേർക്കുന്നതാണ്. എന്താ കൂട്ടിച്ചേർക്കുന്നത്? പുതിയ സ്വർഗങ്ങളും And പുതിയ ഭൂമിയും. അത് ഇംഗ്ലീഷ് വായിച്ചോളൂ. എന്താ കൂട്ടിച്ചേർക്കുന്നത്? new earth and new heaven. വളരെ ഭംഗിയായ ഒരു സ്റ്റഡി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ, ആ സ്വർഗങ്ങൾ എപ്പോഴും ഉണ്ട്, ഒരു മാറ്റവും. ദൈവത്തിന് മാറ്റമില്ല. നിത്യനായ ദൈവത്തിന് മാറ്റമില്ല. നിത്യനായ ദൈവത്തിൻ്റെ ആസ്തിക്യം എന്നുമുണ്ട്, ഒരു മാറ്റവും. അതുപോലെ നിത്യമായ രാജ്യത്തിനും മാറ്റമില്ല. അത് രാജ്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ്. ഈ പ്രപഞ്ചം തീർന്നു കഴിഞ്ഞാൽ മറ്റൊരു പുതിയ ലോകം പുറത്തു വരികയാണ്. അതിനെക്കുറിച്ചൊക്കെ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന കൃത്യമായ ഗ്രീക്ക് പദങ്ങൾ നമ്മുടെ അകത്ത് വരേണ്ടിയിരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. വളരെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, 3 പശ്ചാത്തലങ്ങൾ കൃത്യമായി നമ്മൾ കണ്ടു. എന്താണ് 3 പശ്ചാത്തലം? ഒന്നുകൂടെ എടുത്തു പറയുന്നത്, ഇത് നിങ്ങളുടെ അകത്തായി കഴിഞ്ഞെങ്കിലേ നമ്മുടെ പഠനം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു. ഒന്ന്, നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ ലോകം സൃഷ്ടിക്ക് മുമ്പ് ഉള്ളത്. പ്രപഞ്ചത്തിൻ്റെ ഒരു തരി പോലും ചരിത്രത്തിൽ വരും മുമ്പ്, സമയം വരും മുമ്പ്, രാഷ്ട്രങ്ങൾ വരും മുമ്പ്, ഭൂമി വരും മുമ്പ്, മണ്ണ് വരും മുമ്പ്, പ്രപഞ്ചത്തിലെ എല്ലാ അംശങ്ങളും വരും മുമ്പ്. തെളിച്ചു പറഞ്ഞാൽ സബ്പാർട്ടിക്കിൾ വരെ ഇല്ലാത്ത കാലം. പാർട്ടിക്കിൾ മാത്രമല്ല, സബ്പാർട്ടിക്കിൾ വരെ ഇല്ലാത്ത കാലം. അങ്ങനെയുള്ള ഒരു സമയം എന്നതിന് പറയാൻ പറ്റില്ല, സന്ദർഭം. ആ പശ്ചാത്തലത്തിൽ ദൈവവും പുത്രനും പരിശുദ്ധാത്മാവും, പിന്നെ കൂടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ എന്തെല്ലാം പഠിക്കാനുണ്ട്, കൃത്യമായി നിത്യതയോട് ബന്ധപ്പെട്ട് വളരെ ഭംഗിയായിട്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് പഠിക്കണം. രണ്ടാമത്തെ കാര്യം നമ്മൾ തീർത്ത് പറഞ്ഞു, നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ദൈവം ആദിയിൽ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞിട്ട് നിർമ്മിച്ചു. ആദിയിൽ ബറ എന്ന് എഴുതിയിരിക്കുന്നത്,
ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അവിടെ പറ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അസീത്ത നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ചും ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. എന്തൊക്കെ നിർമ്മിച്ചു, എങ്ങനെയൊക്കെയാണ് നിർമ്മിച്ചത്, അത് വേറെ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നടന്ന ഈ സന്ദർഭം, അത് പ്രപഞ്ചം നിലനിൽക്കുന്ന സമയമാണ്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പദ്ധതികൾ എന്തൊക്കെയാണ്, അതിൽ വ്യക്തമായി പുതിയ നിയമം പറയുന്ന കാഴ്ചപ്പാടാണ്. ശ്രദ്ധിക്കണം എല്ലാവരും. യുഗങ്ങൾ ദൈവം ഉണ്ടാക്കി, യുഗങ്ങൾ ദൈവം ഉണ്ടാക്കി. അത് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളും പ്രപഞ്ചവും നിലനിൽക്കുന്ന സമയത്താണ് യുഗങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 5 വിധ യുഗങ്ങളുടെ പേര് കൃത്യമായി ബൈബിളിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ആമേൻ. 26 പണ്ഡിതന്മാരുടെ യുഗങ്ങളാണ് കൃപയാൽ പഠിക്കാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചത്. അങ്ങനെ വന്നപ്പോൾ ബൈബിളിലെ യുഗങ്ങൾ എന്താണ് എന്ന് ബോധ്യപ്പെടാൻ അല്പസമയം എടുത്തു. കൃപയാൽ അതിലേക്ക് നമുക്കൊന്ന് കടക്കാം പിന്നീട്. ഇപ്പോൾ 3-ാമത്തെ ഭാഗം ഞാൻ പറയുന്നു. ഈ പ്രപഞ്ചം കത്തിയെരിയും, ഇതിന് സപ്പാർട്ടിക്കൾ വരെ ഇല്ലാതെയാകും. അപ്പോഴാണ് തമ്പുരാൻ പുതിയ ഭൂമിയും പുതിയ സ്വർഗങ്ങളും പുറത്തു കൊണ്ടുവരുന്നത്. അത് ഐ ക്രിയേറ്റ് ന്യൂ ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണ്. ഐ ക്രിയേറ്റ്, ഞാൻ സൃഷ്ടിക്കുന്നു എന്നാണ്. അവിടെ ക്രിയേറ്റഡ് എന്നല്ല, ആ കാര്യം ശ്രദ്ധിക്കുക. അത് പ്രസന്റ് സിമ്പിളാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരല്പം കൂടെ മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക. ഇത്രയും വാക്യങ്ങളെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ ആ വാക്യം ഒന്ന് റെഫറൻസ് വായിച്ചാട്ടെ, റെഫറൻസ് മാത്രം വായിച്ചോളൂ. Psalms 8 verse 33, 2 Corinthians 5 verse 1, 3 verse 15, Revelation 20 verse 10 to 13, 21 verse 1. 2 കൊരിന്ത്യർ 5:1 ഒഴികെ ബാക്കി എല്ലാ വാക്യങ്ങളും നമ്മളിവിടെ വായിച്ചിട്ടുണ്ട്. ഒരുമിച്ച് ഞാൻ കാണിച്ച് പറയുന്നത് കേട്ടോളൂ. സങ്കീർത്തനം 68:33 എബ്രായ ഭാഷയിൽ നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ, അവിടെയാണ് ദൈവം റൈഡ് ചെയ്യുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിലാണ് ദൈവം റൈഡ് ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 5:1 നിത്യമായ ഭവനം, എവർലാസ്റ്റിംഗ് ഹൗസ്, നിത്യമായ ഭവനം ദൈവത്തിനുണ്ട്. ഐശയ്യ 63:15 ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗങ്ങൾ എന്നാണ് ശരി. ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗങ്ങൾ, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 3-ാമത്തെ കാര്യം, നമ്മൾക്ക് വെളിപ്പാട് 20:10 മുതൽ 21:1-2 വരെ വായിച്ചാൽ ഇപ്പോഴുള്ള 1-ാമത്തെ പ്രപഞ്ചം നീങ്ങിപ്പോയി, അത് പിന്നെ കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത്. അത് പിന്നെ കണ്ടില്ല. പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. ന്യൂ എർത്ത് ആൻഡ് ന്യൂ ഹെവൻസ്. അപ്പൊ പുതിയ ലോകത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ 3 പശ്ചാത്തലമാണ് ഉള്ളത്. അതിൽ 2-ാമത്തെ പശ്ചാത്തലത്തിലേക്ക് ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ടുവരികയാണ്. ശ്രദ്ധിച്ചാട്ടെ. ഇത് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. മോളൊന്ന് വായിച്ചു വിട്ടോളൂ. Everlasting kingdom, 2 Peter 1 verse 11. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യം എന്ന് കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. യഹോവയ്ക്ക് നിത്യരാജ്യം, അപ്പോൾ തന്നെ യേശുക്രിസ്തുവിന് നിത്യരാജ്യം. യഹോവയും ക്രിസ്തു ആരാണെന്നുള്ള 30 വാക്യങ്ങളുടെ പഠനം പിന്നീട് നമ്മളിവിടെ ചേർക്കുന്നതാണ്. ശ്രദ്ധിക്കുക. നിത്യരാജ്യം സംബന്ധിച്ച് പുതിയ നിയമം പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ വായിക്കാനുണ്ട്. നമുക്ക് ജീന അത് വായിച്ചു കേൾപ്പിക്കും. ഈ ഭാഗം ഒന്ന് വായിച്ചാട്ടെ മോളെ. നിത്യരാജ്യത്തിന്റെ നിത്യമായ അനുഭവങ്ങൾ. അത് കൃത്യമായി ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ നിത്യത, നിത്യാസ്തിക്യം ഉള്ളതുപോലെ ഇവ തുടരുന്ന അനുഭവങ്ങളാണ്. ഇടയ്ക്ക് അതിന് ഗ്യാപ്പൊന്നുമില്ല. നിത്യമായ ദൈവത്തിൻ്റെ ആസ്തിക്യം അടിസ്ഥാനത്തിൽ നിത്യമായ അനുഭവങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അത് തുടരുന്നതാണ്. എന്നാൽ 2-ാമത്തെ ഭാഗം വരുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ ഗ്രേസിമോൾ. The kingdom that's coming, Mark 11 verse 10. വരുന്നതായ രാജ്യം എന്ന് കാണാം.
ജീന ആ വാക്യം ഇപ്പോൾ മലയാളത്തിൽ വായിക്കും. എന്നിട്ട് നമുക്ക് ഇതിന്റെ പഠനം നമുക്ക് തുടരാം. മാർക്കോസ് 11:10 വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വരുന്നതായ രാജ്യം. ജീന ഒന്നുകൂടെ വായിക്കേണ്ടി വരും. വരുന്നതായ രാജ്യം. അപ്പൊ വരുന്ന രാജ്യമുണ്ടോ? ജീന വായിക്കേണ്ടി വരും. ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. നിത്യമായ രാജ്യം എന്നേക്കും നിലനിൽക്കുകയാണ്. ഭാവവ്യത്യാസമില്ല, മാറ്റവ്യത്യാസമില്ല. നിത്യമായ രാജ്യത്തിന്റെ അനുഭവങ്ങൾ അവിടെ നിത്യമാണ്. പക്ഷെ വരുന്നതായ രാജ്യം എന്നത് ചരിത്രത്തിലേക്ക് വരുന്ന കാര്യമാണ്. അപ്പൊ ആ വരുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ടെറിട്ടറി. അത് പ്രദേശമല്ല. രാജ്യത്തിന്റെ പ്രദേശം നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ്. അത് തെളിഞ്ഞു കഴിഞ്ഞതാണ്. അതിങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല. പിന്നെ എന്താ വരുന്നത്? കൃത്യമായി നമ്മൾ പഠിച്ചു. ആ രാജ്യത്തിന്റെ ആധിപത്യം മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. 3 ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ആ ഗ്രൂപ്പിനെ കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പൗലോസിന്റെ ഭാഷ്യം ടാക്മ എന്ന ഗ്രീക്ക് പദമാണ്. ടാക്മ. അപ്പോൾ ടാക്മ എന്ന പദം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പ്, സമൂഹം എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ 3 ടാക്മയ്ക്ക് ദൈവം രാജ്യം കൈമാറിയിട്ടുണ്ട്. അത് കൈമാറുന്നുണ്ട്. അത് അടുക്കിലാണ് പഠിക്കേണ്ടത്. അപ്പൊ വരുന്നതായ രാജ്യം എന്ന ഭാഗത്ത് നമ്മളിപ്പോൾ നിൽക്കണം. ഇപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുകയാണ്. നിത്യമായ രാജ്യത്തിന്റെ നിത്യമായ അനുഭവങ്ങൾ വേറെ, വരുന്നതായ രാജ്യത്തിന്റെ അനുഭവങ്ങൾ വേറെ. അത് സംബന്ധിച്ച് ബൈബിൾ തരുന്ന വിശാലമായ അറിവിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ ജീന ഇത് വായിക്കും. രാജ്യത്തിന്റെ വരുന്നതായ രാജ്യത്തിന്റെ വ്യത്യസ്ത അനുഭവങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. നിത്യരാജ്യത്തിൻ്റെയും വരുന്നതായ രാജ്യത്തിൻ്റെയും വ്യത്യസ്ത അനുഭവങ്ങൾ ബൈബിൾ ഭംഗിയായി പങ്കുവെക്കുന്നുണ്ട്. അത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? നമ്മുടെ കൈകൾ ഉയർത്തി ഒരു വാക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, വിശാലമായ പഠനം ഞങ്ങൾക്ക് ദാനമായി നൽകണമേ കർത്താവേ. ചെറിയ തോതിലല്ല ഇത് പഠിക്കേണ്ടത്. പ്രീസ് ദി ലോർഡ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചു വന്നത് കൃത്യമായ സ്ട്രക്ചറുകളാണ്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി നിന്ന് പഠിക്കാൻ പോവുക, ഓരോന്നോരോന്നായിട്ട്. നമുക്ക് മുമ്പോട്ട് പോകാം. ഇപ്പോൾ ഈ 2 ഭാഗങ്ങൾ നിങ്ങളുടെ അകത്തിരിക്കണം. അതിൻ്റെ ഇംഗ്ലീഷ് മാത്രം ഗ്രേസി മോൾ ഒന്ന് വായിക്കും. മലയാളം മൊത്തം ജീനയും വായിക്കും. വായിച്ചാട്ടെ. Everlasting kingdom, 2 Peter 1:7. The kingdom that coming, Mark 11:. നിത്യരാജ്യത്തിന്റെ നിത്യമായ അനുഭവം. വരുന്നതായ രാജ്യം നിത്യരാജ്യത്തിന്റെയും വരുന്നതായ രാജ്യത്തിന്റെ വ്യത്യസ്ത അനുഭവം. ലോകം മുഴുവൻ ഇത് കേൾക്കുന്നതുകൊണ്ടാണ് 2ാം വട്ടം വായിപ്പിക്കുന്നത്. വളരെയേറെ സന്തോഷത്തോടുകൂടെ ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് മറുപടി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് കൃത്യമായി മറുപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻജോയ് ചെയ്യുന്ന ചെറിയവരും വലിയവരുമായ ഒരുപാട് വ്യക്തികൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഒന്നുകൂടെ കേട്ടോട്ടെ എന്ന് കരുതി കൃത്യമായി അവർ കേൾക്കണം എന്ന് കരുതിയാണ് വായിപ്പിക്കുന്നത്. സ്തോത്രം. സമയം കളയല്ല എന്നത് ചിന്തിക്കുക. ആമേൻ. നമുക്ക് മുമ്പോട്ട് പോകാം. 2 ഭാഗമായിട്ട് നമ്മൾ തിരിച്ചു. ഒന്നോടെ ഞാൻ എടുത്തു പറയുന്നു, 3 പശ്ചാത്തലങ്ങൾ അത് കഴിഞ്ഞു. ഇനി രാജ്യത്തിന്റെ അനുഭവങ്ങൾ 2 ഭാഗമാക്കി. 1 നിത്യരാജ്യത്തിന്റെ അനുഭവങ്ങൾ, 2 വരുന്ന രാജ്യത്തിന്റെ അനുഭവങ്ങൾ. ഇത് സംബന്ധിച്ച് ബൈബിളിലേക്ക് നമുക്കൊന്ന് കടന്ന് ചിന്തിക്കാം. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. വായിക്കാം മോളെ. പ്രൈസ് ഗോഡ്. Kingdom eternal nations. നിത്യമായ രാജ്യത്തോട് ബന്ധപ്പെട്ട് പ്രപഞ്ചം കൂടി ചേരുമ്പോൾ അതിൽ 5 പ്രത്യേകമായ അവസരങ്ങൾക്കാണ്. 5 വിധ അവസരങ്ങൾക്കാണ്. 5 ഒക്കേഷൻസ്. അതെന്താണ് എന്ന് തിരുവെഴുത്തിൽ നിന്ന് പഠിക്കാൻ പോകുകയാണ് നമ്മൾ. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണെങ്കിൽ ഇപ്പൊ ചേർത്ത് 1ാമത്തെ അവസരം. പ്രൈസ് ദി ലോർഡ്. വായിക്കാൻ പോലെ 1ാമത്തെ അവസരം. 1. In eternal heavens. നിത്യമായ സ്വർഗങ്ങളിൽ
നിത്യമായ സ്വർഗങ്ങളിൽ എന്തെല്ലാം അനുഭവങ്ങളുണ്ട് എന്നതാണ് ഒന്നാമത്തെ അവസരം. പ്രൈസ് ഗോഡ്. ഇനി ഒരു ചോദ്യം നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചോട്ടെ. നിത്യമായ സ്വർഗങ്ങളിൽ ഉള്ള എല്ലാ അനുഭവങ്ങളും ഒന്ന് കാണാൻ പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒരു വാക്ക് നിങ്ങളുടെ കരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവമേ, നിശ്ചയമായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതിൽ വന്നു ചേരണം. ഏറ്റവും വലുത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നേരിട്ട് കാണുന്ന കാര്യമാണ് ഏറ്റവും വലുത് എന്നറിയുന്നവർ ആ കൈ ഒന്ന് ഉയർത്തി മഹത്വം ദൈവത്തിന് കൊടുക്കാൻ കഴിയും. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന നമ്മുടെ മഹാരാജാവിനെ കാണുവാൻ, രാജാവിൻ്റെ ബസലിക്ക ബൈബിളില് അടിസ്ഥാനം ഞാൻ പറയട്ടെ, അത് സ്വർഗാദി സ്വർഗങ്ങൾ എന്ന കാര്യത്തെക്കാൾ അപ്പുറത്ത് ഒരു സ്വർഗം എന്ന ഭാഗത്തേക്ക് നമ്മൾ വരുന്നുണ്ട്. ബൈബിളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ബസലിക്കയിൽ പോകാൻ കൂടെ കഴിയണം. അതൊക്കെ നമ്മൾ ഭംഗിയായി പഠിക്കാൻ പോകുകയാണ്. നമ്മുടെ റെജിപ്പാസ്യുടെ വലിയൊരു ആഗ്രഹമാണ് ആ നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് ലോകത്തിന് കിട്ടണമെന്ന്. ഇവിടെ ബുദ്ധിയുടെ കഴിവല്ല വേണ്ടത്, തിരുവഴുത്തിൽ നിന്നുള്ള പ്രദർശന വെളിപ്പാടാണ് വേണ്ടത് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. പാസ്റ്റർ കെ ഒ തോമസിന്റെ തലച്ചോറിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വരുന്നതല്ല ഇവിടെ വേണ്ടത്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന്, തിരുവഴുത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രദർശിപ്പിച്ച് തരണം എന്നാഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അതാണ് വിജയം എന്നറിയുന്നവർ ഒന്നിച്ചു ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. നമുക്ക് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ നിറവേറുന്ന കാര്യങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. നിത്യമായി ആണ് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പോകുകയാണ്. അത് അവിടെ എന്തൊക്കെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ദൈവം റൈഡ് ചെയ്യുന്നത്. അത് നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 68:33 ജസ്റ്റ് ഒന്ന് വായിച്ചാട്ട്. പുരാതന സർക്കാരി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുകയും. വാഹനമേറുന്നത് ഒന്നുകൊണ്ട് വായിക്കും. വാഹനമേറുന്നത് ഞാൻ എടുത്തു പറയും, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാ. ഇങ്ങനെ വായിച്ചാട്ടെ. അത് വാഹനമേറുന്നവന് പാടുകയും. അല്ല, ആ വാക്യം മുഴുവൻ വായിച്ചാട്ടെ. നമ്മൾ പുരാതന സർക്കാരി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുകയും. ഒരു ആമ്യൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ, നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ യാത്ര ചെയ്യുന്നവനെ ഓർത്ത് ആരാധിക്കാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ടെന്നാ? പ്രൈസ് ദി ലോർഡ്. ആ വാക്യം നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു? നമുക്ക് ഒന്നുകൂടെ വായിക്കാം. അത് ഞാൻ നിർത്തി വായിച്ചാട്ടെ, വളരെ ശ്രദ്ധിക്കണം എല്ലാവരും. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുകയും. ആരുണ്ട് അങ്ങനെ ഒന്ന് പാടാൻ? നമ്മുടെ പാട്ട് സ്തോത്രവും സ്തുതിയുമായിട്ട് വേർതിരിയണം. ഇവിടെ സ്തുതിയുടെ രംഗമാണ്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. സ്തുതി എന്ന് പറയുന്നത് 954 ടൈറ്റിലുകളുള്ള ഏക നാമമുള്ള, നിത്യമായ തേജസ്സുള്ള, അടുത്തുകൂടാത്ത വെളിച്ചമുള്ള ദൈവത്തിന്റെ മഹത്വങ്ങൾ വെളിപ്പെടുത്തുന്ന 954 ടൈറ്റിലുകൾ ഉയർത്തി സ്തുതിക്കുന്ന പാട്ടാണ് ഈ പാട്ട്. ആമേൻ. നന്ദിയോടെ പാടുന്നതാണ് സ്തോത്രം എന്ന് പറയുന്നത്. ഇവിടെ നിർത്തി വായിക്കണം. നിങ്ങളുടെ മനസ്സ് എപ്പോഴും അവിടെ ഇരിക്കണം. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ, നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവനെ പാട്ടുപാടാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? അത് ഓർത്ത് വേണം നമ്മൾ പാടാൻ. ആമേൻ. നമ്മുടെ വട്ടി നിറച്ചു, കുട്ട നിറച്ചു എന്ന് തിട്ടമായി തട്ടിവിടുന്നവർ ഓർക്കണം, അത് നമ്മളെക്കാൾ അധികം 501 മുതലാളിമാർക്ക് ലോകത്തിൽ കിട്ടുന്നുണ്ട്. ആഗോളീകരണം പഠിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ എത്ര മുതലാളിമാരുണ്ട്, ലോകത്തിൽ എത്ര മുതലാളിമാരുണ്ട് ഞാൻ പഠിക്കുകയായിരുന്നു. അപ്പോഴേ മനസ്സിലായത് നമ്മളെക്കാളൊക്കെ അവർക്ക് ഇതൊക്കെ കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന അതല്ല. ഇത് തീരുന്ന ലോകമാണ്. തീരുന്നതിനെ പുകഴ്ത്താനല്ല ദൈവം ആഗ്രഹിക്കുന്നേ. പ്രൈസ് ഗോഡ്. തീരാത്തവന്റെ തേജസ്, തീരാത്തവന്റെ രാജ്യമഹിമ, തീരാത്തവന്റെ എല്ലാ മഹിമകളും ഉയർത്തുവാൻ അവൻ വാഹനമേറി ഓടുന്നത്, വാഹനമേറി യാത്ര ചെയ്യുന്നത് ഓർക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് ആരാധന ഉയരുന്നത് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ആരാധനയിൽ വരുമ്പോൾ അവനെ ഉയർത്തി ആരാധിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈകൾ ഒന്ന് ഉയർത്തി
അത് ഓർത്തൊന്ന് ആരാധിച്ചാട്ട് നിമിഷ നേരം, അതൊന്ന് ഓർത്തൊന്ന് ആരാധിച്ചാട്ട്. ജനയിനധിപൻ ദേവനിലധിയായി ആശ്രയമേവനുണ്ടോ. ഇത് സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനമല്ല. ഒന്നാമത്തേത് സമയത്തെ ആസ്പദമാക്കിയുള്ളതല്ല. മോളിപ്പോൾ വായിക്കും. It's just timeless aspect of eternity to eternity. സങ്കീർത്തനം പഠിച്ചതാണ് നമ്മൾ. നിത്യത മുതൽ നിത്യത വരെയാണ്. സമയത്തെ ആസ്പദമാക്കിയല്ല ഒന്നാം ഭാഗം എന്നറിഞ്ഞിരിക്കണം. Praise the Lord. ഒന്നാം ഭാഗം സമയത്തെ ആസ്പദമാക്കിയല്ല. തുടക്കമില്ല, ഒടുക്കമില്ല, ആരംഭമില്ല, അവസാനമില്ല, എന്നുമുള്ള വലിയൊരു അനുഭവമാണ്. അതിലേക്ക് പ്രവേശിപ്പാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. അതിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അത് നമുക്ക് പ്രവേശിക്കണം. അതിനുള്ള വ്യവസ്ഥകൾ പിന്നാലെ പഠിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒക്കേഷൻ നമുക്ക് നോക്കാം. എടുത്താട്ടെ രണ്ടാമത്തെ ഒക്കേഷൻ. The kingdom of God in you. വായിച്ചാട്ടെ ദീന. ലൂക്കോസ് 17:21 വായിച്ചാട്ടെ. ലൂക്കോസ് 17:20. ഇതാ ഇവിടെ എന്നും ഇതാ അവിടെ എന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നമ്മുടെ ഇടയിൽ ഉള്ള ദൈവരാജ്യം, നമ്മുടെ ഇടയിൽ ഉള്ള ദൈവരാജ്യം. ഇത് ശിഷ്യന്മാരോടാ പറയുന്നത്, മുമ്പിൽ നിൽക്കുന്ന ജനത്തോടാണ് പറയുന്നത്. അന്ന് കർത്താവ് ഉള്ളപ്പോൾ അവരുടെ ഇടയിൽ ദൈവരാജ്യം ഉണ്ടോ എന്നാണ് ചോദ്യം. Praise God. അത് ചരിത്രത്തിൽ അന്ന് ദൈവരാജ്യം അവരുടെ ഇടയിൽ ഉണ്ട് എന്ന് വ്യക്തമായി പറയുന്നു. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്. ക്രിസ്തുവും ശിഷ്യന്മാരും പബ്ലിക്കും നിൽക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം ഉണ്ടല്ലോ. അപ്പോൾ ദൈവരാജ്യം ഉണ്ട്. അപ്പൊ ചരിത്രത്തിൽ ദൈവരാജ്യം നിലവിലുള്ള സമയം എന്നത് വ്യക്തമായി. അതാണ് രണ്ടാമത്തെ ഒക്കേഷൻ. അതിനെക്കുറിച്ച് പ്രൈസ് ദി ലോർഡ് വായിക്കാം. നമുക്ക് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചാട്ടെ. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. പ്രൈസ് ഗോഡ്. അത് രണ്ടാമത്തെ ഭാഗമാണ്. അതെന്താണ് എന്നറിയാൻ നമുക്ക് താഴോട്ടൊന്ന് കടക്കണം. ഇതെല്ലാ വാക്യങ്ങളും വായിച്ചേ പറ്റൂ. ഒരു വട്ടം വായിച്ചു വിട്ടതാണെങ്കിലും എല്ലാവരുടെയും ഓർമ്മശക്തിയിലേക്ക് ഇത് തിരിച്ചു വരണം. വായിച്ചാട്ടെ. Conquered 13 verse 8. Matthew 21 verse 23 and 43. The second age above. വാക്യം വായിക്കാം. രണ്ട് ദിനവൃത്താന്തം 13:8. നിങ്ങൾ ഇപ്പോൾ ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള യഹോവയുടെ രാജ്യത്തോട് മതി. എതിർത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മുമ്പിൽ ദാവീദും കുടുംബമുണ്ട്, ദാവീദിന്റെ പുത്രന്മാരുണ്ട്. അവരുടെ കൈവശം ദൈവം യഹോവയുടെ രാജ്യത്വം കൊടുത്തിരിക്കുകയാണ്. എത്ര ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. കിങ്ഡം ഓഫ് യഹോവ അവരുടെ കയ്യിലുണ്ട്, അവരുടെ കൈവശമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും യഹൂദന്റെ ഇടയിൽ ദൈവരാജ്യം നിലവിലുണ്ട് അന്ന്. അത് സംബന്ധിച്ച് വീണ്ടും നമുക്കൊന്ന് വായിക്കാം. വായിച്ചതാണ് നമ്മൾ, എങ്കിൽ ഓർമ്മയിൽ വരണമല്ലോ അടുക്കിന്. 21:23-43 നിർത്തി വായിച്ചാൽ മതി മോളെ, പേടിക്കണ്ട, ധൈര്യമായിട്ട് വായിച്ചു. 21:23. ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആർ എന്ന് ചോദിച്ചു. 46 കൊല്ലം കൊണ്ട് പണിതുകൊണ്ടിരിക്കുന്നതും 80 കൊല്ലം കൊണ്ടാണ് പിന്നീട് പണി തീർന്നത്. ആ ദൈവാലയം യെരുശലേമിലെ ദൈവാലയമാണ്. അതിന്റെ തറ ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട്. ആ ദൈവാലയത്തിൽ ക്രിസ്തു ഇരിക്കുകയാണ്. Praise the Lord. ക്രിസ്തു ഇരിക്കുമ്പോൾ ക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? വായിച്ചേ 43-ാം വാക്യം. 21:40. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക്
കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ വളരെ വ്യക്തമല്ലേ, ദാവീദിന്റെ കാലം മുതൽ യേശുക്രിസ്തുവിന്റെ കാലം വരെ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും കൈവശം ദൈവരാജ്യമുണ്ടായിരുന്നു. യഹോവയുടെ രാജ്യമെന്നാണ് അതിന് പറയുന്നത് പഴയ നിയമത്തിൽ. അതേ വാക്ക് തന്നെ കർത്താവ് പറയുകയാണ്, ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന്. അപ്പൊ ഏകദേശം 1000-ലധികം വർഷം ഒരു ടാക്മയുടെ കയ്യിൽ, ഒരു സമൂഹത്തിന്റെ കയ്യിൽ ദൈവരാജ്യം നിലവിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. കൃത്യമായ കണക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കലണ്ടർ സ്വീകരിക്കുന്നെങ്കിൽ ഞാൻ സാധാരണ സ്വീകരിക്കുന്നത് വില്യം ഗേറ്റ്സിന്റെ കലണ്ടറാണ്. അർമാഗിലെ ബിഷപ്പ് ഉഷർ ജെയിംസിന്റെ കലണ്ടർ പലരും സ്വീകരിക്കാറുണ്ട്, കാൽമറ്റിന്റെ കലണ്ടർ സ്വീകരിക്കാറുണ്ട്, ബി വാർഫീൽഡിന്റെ കലണ്ടർ സ്വീകരിക്കാറുണ്ട്. ഈ കലണ്ടറുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന കലണ്ടർ കുറെ കൂടെ എളുപ്പം പറയാൻ വേണ്ടി വില്യം ഗേറ്റ്സിന്റെ കലണ്ടറാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കലണ്ടറും ഉള്ള പഠനവും ഞാൻ നിങ്ങൾക്ക് പിന്നീട് തരാം. ഇപ്പോൾ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ അകത്തെത്തട്ടെ. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിത്യനായ ദൈവം നിത്യരാജ്യത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അതിൻ്റെ ആധിപത്യം 2-ാം യുഗത്തിൽ ഇസ്രായേൽ എന്ന ടാക്മയ്ക്ക് നൽകി എന്നത് ദൈവത്തിന്റെ കരുണയുടെ സീമാതീത വലുപ്പമല്ലേ? ആമേൻ, ആമേൻ. എത്ര പേർക്ക് സന്തോഷത്തോട്ട് ഹല്ലേലൂയ പറയാൻ പറ്റും? പ്രൈസ് ഗോഡ്. അവന്റെ രാജ്യത്തിന്റെ ആധിപത്യം കൈമാറാൻ മനസ്സുള്ള ഏറ്റവും വലിയ സീമാതീത ദയയുടെ ഉടമയല്ലേ നമ്മുടെ ദൈവം. ഇന്ന് ആധിപത്യം കൈമാറാൻ പറ്റാതെ പിടിച്ചു നിർത്തുന്ന, അതിനുവേണ്ടി എന്തും കാണിക്കുന്ന ക്രൈസ്തവ ലോകം വേറെ, മതലോകം വേറെ, രാഷ്ട്രീയ ലോകം വേറെ, ആധിപത്യം പിടിച്ചു നിർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ ടൈമിൽ ദൈവം കാണിച്ചു തന്നിരിക്കുക, എൻ്റെ മക്കളെ, ആധിപത്യം കൈമാറാൻ ഞാൻ തയ്യാറാണ്. യു കം ഹിയർ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരീൻ, ഞാൻ ആ ആധിപത്യം നിങ്ങൾക്ക് തരാം. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഏകദേശം 1050 വർഷത്തോളം വില്യം ഗേറ്റ്സിന്റെ കലണ്ടർ പ്രകാരം യഹൂദന്റെ കയ്യിലായിരുന്നു ഈ ആധിപത്യം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവം നൽകുന്ന ആധിപത്യമാണ് എനിക്ക് വേണ്ടത് എന്ന് പറയാൻ ഹൃദയമുള്ളവർ എത്ര പേരുണ്ട്? വോട്ടിട്ട് ആധിപത്യം ഏറ്റെടുക്കാൻ വേണ്ടി എത്ര രൂപയാണ് മെനക്കെടുത്തത്, എത്ര പെട്രോളാണ് കത്തിക്കുന്നത്, എത്ര നോട്ടീസാണ് അടിക്കുന്നത്, എത്ര പേരുടെ കുറ്റങ്ങളാണ് പത്രം വഴി, മാധ്യമങ്ങൾ വഴി പരത്തുന്നത്. അതെല്ലാം പിശാചിന്റെ ആധിപത്യ ശക്തി സ്വഭാവമാണ്. അതൊന്നും ദൈവികമല്ല. ഒരു സംശയം കൊണ്ടാണ് ഞാൻ പറയും, അതൊന്നും ദൈവികമല്ല. ദൈവികം എന്ന് പറയുന്നത് ദൈവം തന്റെ രാജ്യത്തിൽ കൊടുത്ത ആധിപത്യ കൈമാറ്റമാണ്. ഇന്ന് നമുക്ക് ആധിപത്യം ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതുകൊണ്ട് എന്തെല്ലാം നടക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, നമ്മുടെ സൂമിൽ അറ്റൻഡ് ചെയ്യുന്നവരോട്, മാധ്യമങ്ങൾ വഴി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നതോട് ഞാൻ പറയട്ടെ, ഈ വലിയ ആധിപത്യം എൻ്റെ ദൈവത്തിനെ നിന്നെ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മെ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് എത്ര പേരുടെ മനസ്സ് തുറക്കുന്നുണ്ട്? അങ്ങയുടെ ഹിതപ്രകാരം, ഓൺലി ദൈ പെർഫെക്റ്റ് വിൽ, ഐ എഗ്രി ഗോഡ്, ഞാനിതാ സമ്മതിക്കുന്നു, അങ്ങയുടെ സമ്പൂർണ്ണ ഇഷ്ടപ്രകാരം ഒരു ആധിപത്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ബഹുമാനപ്പെട്ട നെഹ്റു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ പ്രിയങ്കരനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തോട് നേരിട്ട് ചെന്ന് ചോദിച്ചു, അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കണം? അദ്ദേഹത്തിന് പുസ്തകം ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഞാൻ ഇപ്പോഴൊന്നും മരിക്കാൻ കണ്ടിട്ടില്ല എന്ന്. അത് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞു. യാത്ര പറയുന്ന ആധിപത്യങ്ങളാണ് ഇവിടെയെല്ലാം. എന്നാൽ യാത്ര പറയാത്ത ആധിപത്യമുണ്ട്. അതിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. യാത്ര പറയുന്ന ആധിപത്യങ്ങളാണ്, ആധിപത്യം ഉള്ളവരാണ്, ആധിപത്യ സ്വഭാവമുള്ള ആധിപത്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. എന്നാൽ യാത്ര പറയാത്ത, പ്രൈസ് ദി ലോർഡ്, ആധിപത്യമുള്ളവൻ, അവൻ പുറത്തേക്ക് വന്നവനാണ്. അവൻ ചങ്ങല പൊട്ടിച്ച് പുറത്തു വന്നതാ, മരണത്തിന്റെ കയർ പൊട്ടിച്ച് പുറത്തു വന്നവനാ. അക്കാര്യം മനസ്സിലാക്കണം. അവനോടൊന്നിച്ച്
ആധിപത്യത്തിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? പറയാം നമുക്ക്, എനിക്ക് അവനോട് ഒരുമിച്ച് വസിച്ചാൽ മതി, എനിക്ക് അവനോട് ഒരുമിച്ച് വസിച്ചാൽ മതി, അവനെ കണ്ടാൽ മതി. ആ താല്പര്യമുള്ള എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. നമുക്ക് ഇവിടെ മുമ്പോട്ട് പോകണം. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞത് രണ്ടാം യുഗത്തിലാണ്, ഇസ്രായേലിന്റെ കൂടെയാണ് എന്ന കാര്യം അറിയണം. പക്ഷെ ഇതുകൊണ്ട് ഈ പഠനം തീരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടാം യുഗത്തിൽ വേറെ ഗ്രൂപ്പിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി ഞാൻ പിന്നീട് പറയും. അത് വിശാലമായി പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്, നമുക്ക് അറിയേണ്ടതുണ്ട്. മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം. നമുക്ക് മൂന്നാമത്തെ സന്ദർഭം ഒന്ന് വായിച്ചേ മോൾ. The kingdom of heaven is at hand. Matthew 3 verse 2. വായിക്കാം ജീരെ. ശേഷം ഭൂമിയിലെ രണ്ട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് നിങ്ങൾ എൻ്റെ കൂടെ വരണം. ശിഷ്യന്മാരും ക്രിസ്തുവും നാട്ടുകാരും നിൽക്കുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം ഉണ്ട് എന്ന്. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഉണ്ട് എന്ന് പറയുന്നത് എന്താണ്? സമീപിച്ചു വന്നത് എന്താണ്? വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. നിലവിലുള്ളപ്പോൾ സമീപിച്ചു വന്നിട്ടുണ്ടോ? ഒരു വാക്യം കൂടെ കാണാം. ഇവിടെ ശ്രദ്ധിച്ച് വായിച്ചാട്ട് ജനെ മോള് ഗ്രേസി വായിച്ച ശേഷം. The kingdom of God is at hand. മർക്കോസിന്റെ സുവിശേഷം 1:15 കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ഇവിടെ യോഹന്നാൻ സ്നാപകനല്ല പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, കാലം തികഞ്ഞു. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു മെഗാഫോൺ വെച്ച്, തിന്നുകൊണ്ടുണ്ടാക്കിയ മെഗാഫോൺ അറിയാലോ നിങ്ങൾക്ക്, വാക്യം വിളിച്ച് പറയുമ്പോൾ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ 4 മണി മുതൽ 6:30 വരെ വാക്യം വിളിച്ച് പറയുമായിരുന്നു. ആ സമയത്ത് ആദ്യം ഉപയോഗിക്കുന്നത് കാലം തികഞ്ഞു, ദാ വരുന്നു എന്നാണ്. നല്ല കേട്ടോ, ഇപ്പോഴും ആ വാക്യം ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അന്ന് യോഹന്നാൻ സ്നാപകനും ക്രിസ്തുവും പറഞ്ഞത് എന്താണ്? അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായേ പറ്റൂ. നമുക്കൊന്ന് വായിക്കാം. വായിച്ചാട്ടെ. മർക്കോസ് 1:14-15 ജീന വായിച്ചാട്ടെ. മർക്കോസ് 1:14-15 വാക്യങ്ങൾ വായിക്കാം. 1:14 എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. യോഹന്നാൻ തടവിൽ ആയ ശേഷം എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്താണ്? യോഹന്നാൻ തടവിലായ ശേഷം എന്ന് എടുത്തു പറയാനുള്ള റീസൺ എന്താണ്? നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണമുണ്ട്. ലൂക്കോസ് 16:16 വായിച്ചാൽ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് കിട്ടും. ഒന്ന് വായിച്ചു നോക്കിയാൽ ലൂക്കോസ് 16:16. സുവിശേഷം 16:16 ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. ഒന്നുകൂടെ. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ. ന്യായപ്രമാണത്തിന്റെ കാലം സ്നാപ യോഹന്നാന്റെ മരണത്തോടുകൂടി അവസാനിക്കുകയാണ്. ആ ഒരു വാക്യം മാത്രമല്ല, നിരവധി വാക്യങ്ങളുണ്ട്. അപ്പൊ അതെന്ന് ആരംഭിച്ചു? ന്യായപ്രമാണ കാലം ആരംഭിച്ചത് കൃത്യമായി 2 ക്ലാസ്സിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു ഇത് കാണിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒരു ചാർട്ട് കണ്ടത്. ആരുടെങ്കിലും ഓർമ്മയിലുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യം ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ന്യായപ്രമാണം നമുക്ക് ലഭിച്ചത് മോശ മുഖാന്തരമാണ്. ആ കാലം അവസാനിക്കുന്നത് എപ്പോഴാണ്? സ്നാപ യോഹന്നാന്റെ മരണത്തോടുകൂടിയാണ്. അപ്പൊ മോശ മുതൽ സ്നാപ യോഹന്നാൻ വരെ ന്യായപ്രമാണ കാലമാണ്. കർത്താവ് പറയാണ്, കാലം തികഞ്ഞു. എപ്പോഴ്? യോഹന്നാൻ തടവിലായതിനു ശേഷം. ഇനി മർക്കോസ് 1:14 വായിച്ച നിങ്ങൾ എല്ലാവരും 14-15 ഒന്നിച്ചെടുത്ത് വായിക്കണം. ഡൗട്ട് ഇപ്പൊ തീരും. വായിച്ചാട്ടെ.
മാർക്കോസ് 1:14-15. മാർക്കോസിന്റെ സുവിശേഷം 14. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം ഉം, യേശു ഗലീലയിൽ ചെന്നു ഉം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഉം. കാലം തികഞ്ഞു, ദൈവരാജ്യം എത്ര സമീപിച്ചിരിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയർ ആണ് ആ ഭാഗം. മോശ മുഖാന്തരം ആരംഭിച്ചു. ജയിലിലടയ്ക്കപ്പെട്ട യോഹന്നാൻ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ജയിലിൽ പോയ ശേഷം തിരിച്ചു വന്നില്ല. പകരം അവൻ മരിക്കുക ചെയ്ത്. അവിടെ വരെയാണ് കാലം. അപ്പം നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ യുഗത്തിൽ, മോശ മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള യുഗത്തിൽ കൃത്യമായിട്ട് ദൈവരാജ്യം ഇസ്രായേലിന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ആ യഹൂദന്റെ കയ്യിലിരിക്കുന്ന ദൈവരാജ്യം നിലവിലുള്ളപ്പോൾ പറയുകയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ സംശയം തീരാൻ വേണ്ടി ഒരു വാക്ക് ഞാനൊന്ന് പറയാം. സ്വർഗരാജ്യവും ദൈവരാജ്യവും രണ്ടാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഞാൻ ആകെ കൂടി ദൈവാധിപത്യ ഭരണം എഴുതാൻ വേണ്ടി, ആ പുസ്തകം എഴുതാൻ വേണ്ടി 72 ഗ്രന്ഥങ്ങളെ വായിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനിത് പഠനം ആരംഭിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം ഒരു പുസ്തകമൊക്കെ പുറത്തു വരുന്നത് എങ്ങനെയാണെന്ന്. പ്രൈസ് ഗോഡ്. 20 വർഷത്തോളം എടുത്തു ഞാൻ അതിന്റെ റിസർച്ച് നടത്താൻ. ഹല്ലേലൂയ. അങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കൃത്യമായി ലോകത്തിന് കൈമാറണം. അത് കൈമാറാൻ വേണ്ടി ഒരുക്കിയത് തൃശ്ശൂർ ജില്ലയിലുള്ള എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായ പാസ്റ്റർ PJ തോമസ് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അരുമ സന്താനമായ പാസ്റ്റർ റെജി തോമസിനെയാണ് ദൈവം ഒരുക്കിയത്. അതൊരു വലിയ അത്ഭുതകരമായ വഴിയായിരുന്നു. ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, ഇന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ പഠനത്തിൽ ഉറക്കെ പറയണം, രണ്ടാം യുഗത്തിൽ നിലവിൽ ദൈവരാജ്യം ഉള്ളപ്പോൾ വീണ്ടും പറയുകയാണ്, ഇതാ രാജ്യം വരുന്നു. ആമേൻ. സ്വർഗരാജ്യം വരുന്നു, ദൈവരാജ്യം വരുന്നു, സമീപിച്ചിരിക്കുന്നു. അപ്പൊ അത് ഏത് അനുഭവമാണെന്നാണ് അറിയേണ്ടത്. രണ്ടാം യുഗത്തിൽ ദൈവം നൽകിയ രാജ്യത്തിന്റെ അനുഭവം അല്ല അത് മറ്റൊരു അനുഭവമാണ്. അത് സെക്കൻഡറി എക്സ്പീരിയൻസ് ആണ്. അതിലേക്ക് നിങ്ങൾ എല്ലാവരും വരണം. അങ്ങനെ വരുമ്പോൾ ഈ രണ്ടാം യുഗത്തിൽ ദൈവം നൽകിയ ഇസ്രയേലുള്ള ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ, അതിന്റെ പദ്ധതികൾ, അതിലെന്തൊക്കെ നടന്നു, ഇതൊക്കെ ബൈബിൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് മുമ്പോട്ട് പോകാം. ഇവിടെ ഒന്നുകൂടെ പഠിക്കേണ്ടതുണ്ട്. വായിച്ചാട്ടെ. The new experience of the kingdom. ദൈവരാജ്യത്തിന്റെ പുതിയ അനുഭവമാണ് ഇവിടെ മൂന്നാമത്തെ ഭാഗം വരുന്നത്. ദൈവരാജ്യത്തിന്റെ പുതിയ ഒരു അനുഭവമാണ് വരുന്നത്. Praise God. ഒന്ന്, നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിലെ രാജ്യാനുഭവം. 2, യഹൂദന്റെ കയ്യിൽ കൈമാറിയപ്പോഴുള്ള രണ്ടാം യുഗത്തിലെ രാജ്യാനുഭവം. മൂന്നാമത്തെ ഭാഗം ഇവിടെ കൃത്യമായി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് യോഹന്നാൻ സ്നാപകൻ തുടങ്ങി ക്രിസ്തു വ്യക്തമാക്കി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ഡൗട്ട് ഏറെ വരാം. അതെന്താണെന്ന് അറിയാനുള്ള താല്പര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഒന്ന് വായിക്കാം നമുക്ക് ഈ വാക്യം കൂടെ. വായിച്ചേ മോളെ ഗ്രേസി. The kingdom of God come right unto you. Luke 10:11. ജീന. നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടി ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ച് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. മത്തായി 3:2 മാർക്കോസ് 1:15 ഉള്ള വിശേഷമല്ല ഇവിടെ. നിങ്ങൾ രണ്ട് ശ്രദ്ധിക്കുക. മറ്റത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്നാൽ ലൂക്കോസ് 10:17 10:11 വന്നപ്പോൾ സമീപിച്ച് വന്നിരിക്കുന്നു എന്ന. ആമേൻ. അതിന് കാരണമൊക്കെ പറയാനുണ്ട്. വളരെ ഭംഗിയായിട്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട്. സമീപിച്ച് വന്നിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ കാലത്ത് ദൈവരാജ്യത്തിന്റെ മൂന്നാമത്തെ അനുഭവം രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒന്നുകൂടെ എടുത്തു പറയട്ടെ, ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ
ഇസ്രായേലിന്റെ രാജാവ് എന്ന് ക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചിട്ടുണ്ട്. യോഹന്നാൻ 1:49, മത്തായി 27:11. പ്രൈസ് ഗോഡ്. ഒത്തിരി വാക്യങ്ങളിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇസ്രായേലിന്റെ രാജാവായ ക്രിസ്തു ഭൂമിയിലുള്ളപ്പോൾ വളരെ വ്യക്തമായി പറയുകയാണ്, രാജ്യത്തിന്റെ മൂന്നാമത്തെ അനുഭവം രംഗപ്രവേശം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇത് എത്ര പേർക്ക് മനസ്സിലായി? വളരെ ഭംഗിയായി നമുക്ക് ഒന്നുകൂടെ പറയാം. രാജ്യത്തിന്റെ മൂന്നാമത്തെ അനുഭവം ഇതാ രംഗത്ത് വരികയാണ്. അതെങ്ങനെ വരും? നമുക്കൊന്ന് എടുക്കാം. എല്ലാവരും ഒന്ന് വായിക്കണേ എന്ന് ഞാൻ വിനീതമായി ഓർപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം 12-ാം അധ്യായം ഇതിനെ എടുത്താട്ടെ, അതിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ നിർത്തി വായിച്ചാട്ടെ. നിർത്തി വായിച്ചാട്ടെ. പന്ത്രണ്ടിന്റെ 28, 29 വാക്യങ്ങളാണ്. മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 28 ആൻഡ് 29. ഫസ്റ്റ് യു റീഡ് ഇൻ മലയാളം, then read in English. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. മലയാളം ഒന്നോട് വായിച്ച പോലെ ഒന്ന് ശ്രദ്ധിച്ചു വായിച്ച എല്ലാവരും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ, അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? യേശു ക്രിസ്തുവിന്റെ കാലത്ത് പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കി. ആ അനുഭവം പഴയ നിയമത്തിലില്ല. പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്ന അനുഭവം പഴയ നിയമത്തിലില്ല. അത് ന്യൂ എക്സ്പീരിയൻസ് ആണ്. ആമേൻ. ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോൾ ഓർക്കണം, ഭൂതങ്ങളുടെ ബന്ധനം, ഭൂതങ്ങളാൽ വരുന്ന ബന്ധനം, പൈശാചിക സേനകളാൽ വരുന്ന ബന്ധനം അഴിക്കാനായി ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു എന്നറിയുന്നവർ എത്ര പേരുണ്ട്? അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്, ഞാൻ ഇപ്പൊ പറയാം. ആ വാക്യം ജീന വായിച്ചു കഴിഞ്ഞിട്ട് മോൾ ഇംഗ്ലീഷ് വായിക്കണം. 28, 29 ഇംഗ്ലീഷ് വായിക്കണം. വായിച്ചാട്ടെ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, ദൈവരാജ്യം നിങ്ങളുടെ അടുത്ത് വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും? അതെ, ഇൻ ഇംഗ്ലീഷ്. But cast out devils by the Spirit of God, then the kingdom of God is come unto you. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ആ വാക്യം ഒന്നുകൂടെ ആവർത്തിച്ചു മോളെ. കറക്റ്റ് ആണ്, എല്ലാവരും കേൾക്കണം ആ വാക്യം. But if I cast out devils by the Spirit of God, then the kingdom of God is come unto you. എത്ര വ്യക്തമായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത വാക്യം കൂടെ. Or else, how can one enter into a strong man's house and spoil his goods, except first bind the strong man, and then he will spoil his house. ബലവാനെ പിടിച്ചു കെട്ടണം. പ്രൈസ് ഗോഡ്. അതെങ്ങനെയാണ് പിടിച്ചു കെട്ടാൻ പറ്റുക? ലൂക്കോസ് 11:20 കൂടെ ചേർത്ത് വായിച്ചാൽ ഇതിന്റെ ആഴം നമുക്ക് കാണാം. വായിക്കാം. ലൂക്കോസ് 11:20. എന്നാൽ ദൈവത്തിന്റെ ശക്തി ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. അപ്പൊ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് ഭൂതങ്ങളെ പുറത്താക്കുന്ന 2 അനുഭവങ്ങളാലാണ്. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ വന്നിരിക്കുന്നത് 2 വിധ അനുഭവങ്ങളാലാണ്. എന്തൊക്കെയാണ് അനുഭവങ്ങൾ? 1 പരിശുദ്ധാത്മാവിനാൽ, 2 ശക്തിയാൽ. At first with the Holy Spirit, then the power of God. ഈ വാക്ക് നിങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് എഴുതി വെക്കുക. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലുമാണ് ഭൂതങ്ങളെ പുറത്താക്കുന്ന പുതിയ അനുഭവം. അത് ഞാൻ ചെയ്യുന്നതിനാൽ നിങ്ങളുടെ അടുക്കൽ ദൈവരാജ്യം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന
എല്ലാവരോടും ഞാൻ പറയട്ടെ, ഈ നൂറ്റാണ്ടിൽ എൻ്റെ ദൈവത്തിന് ഇങ്ങനെ നമ്മെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. Praise God. വലിയ തോതിൽ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ആ നിലയിൽ സമർപ്പിച്ചിട്ടുള്ള എത്ര ജീവിതങ്ങളുണ്ട്? ദൈവത്തിന്റെ ഹിതപ്രകാരം, നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മുടെ ഫെയിമിന് വേണ്ടിയല്ല, നമ്മുടെ കീർത്തിക്ക് വേണ്ടിയല്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ഉപയോഗമാകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തി ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും കർത്താവേ, ഞങ്ങൾ ഉപയോഗമാകുവാൻ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് അങ്ങയുടെ ഇഷ്ടപ്രകാരം. ഓൺലി ദൈ പെർഫെക്റ്റ് വിൽ, ഓൺലി ദൈ പെർഫെക്റ്റ് വിൽ. പ്രാർത്ഥിക്കാൻ പറ്റുമോ? Can you pray to God? പ്രാർത്ഥിക്കാം, നമുക്ക് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം അങ്ങയുടെ ഹിതപ്രകാരം. Praise God. ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കുക, 26 വിധ ബന്ധനങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതിൽ 25 അഴിക്കുവാൻ സ്വർഗം ഈ പറഞ്ഞ വലിയ പദ്ധതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യുഗമാണ് ഈ യുഗം എന്നറിയുന്നവർ എത്ര പേരുണ്ട്? അപ്പൊ ഇവിടെ ചോദ്യമുണ്ട്, എന്താണ് ഈ പരിശുദ്ധാത്മാവും ശക്തിയും എന്നെടുത്ത് പറയാൻ കാരണം? അതിന് കാരണമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10:38, Acts chapter 10 verse 38. Acts chapter 10 verse 38. നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും. മതി. ദൈവം യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തത് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലുമാണ്. വലിയൊരു അറിവിലേക്ക് നമ്മളിപ്പോൾ വരികയാണ്. നമ്മളൊന്ന് വായിച്ചത് ഇൻ ഇംഗ്ലീഷ്. How God anointed Jesus of Nazareth and with power. വിത്ത് മുതൽ മോളൊന്ന് വായിച്ചാൽ, രണ്ടെണ്ണം നിർത്തി വായിച്ചാൽ അത് മാത്രം മതി. വിത്ത് The Holy Ghost and with power. ഇതെന്താ എടുത്തു പറയാൻ കാരണം? പഴയ നിയമത്തിൽ അഭിഷേകം മണ്ണിൽ നിന്നെടുത്ത 5 വസ്തുക്കളാ. പഴയ നിയമത്തിൽ അഭിഷേകം മണ്ണിൽ നിന്നെടുത്ത 5 വസ്തുക്കളാണ്. ആ 5 വസ്തുക്കളെ കൊണ്ടുള്ള അഭിഷേകം ഭൂതങ്ങളുടെ കെട്ടടിയാന്നുള്ളതല്ല. Praise the Lord. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി 10-ാം അധ്യായം 38 താഴെ ഒന്ന് വായിച്ചേ. ഇതിനെ 38 വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കി. നസറനായ യേശു ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കി. ഒരു സ്തോത്രം പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതിന്റെ കൃത്യമായ വിവരങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. അതിലൊന്നാണ് പൈശാചിക ബന്ധനങ്ങൾ അഴിക്കുന്നത്. ആമേൻ. അതിലൊന്നാണ് പൈശാചിക ബന്ധനങ്ങൾ അഴിക്കുന്നത്. എത്ര പേർക്ക് ഈ കാര്യം മനസ്സിലായി? ഇവിടെ 3-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, 3-ാമത്തെ അനുഭവം എന്ന് പറയുന്നത് രാജ്യത്തിൽ കൃത്യമായി കണ്ടു. ന്യായപ്രമാണകാലം തീരുകയാണ്. ഇസ്രായേലിനെ ഏൽപ്പിച്ച ആധിപത്യ സന്ദർഭം തീരുകയാണ്. അവർ ദൈവരാജ്യത്തിന്റെ ഫലം കൊടുത്തില്ല. ദൈവരാജ്യത്തിന്റെ ഫലം അവർ കൊടുത്തില്ല. കൊടുക്കാത്ത കാരണത്താൽ തമ്പുരാൻ നേരിട്ട് പറഞ്ഞു, യേശു തന്നെ നേരിട്ട് പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ ഫലം കൊടുക്കാത്തത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് രാജ്യം എടുത്ത് ഫലം കൊടുക്കുന്നവർക്ക് ഞാനത് നൽകും. ആമേൻ. ഈ കാര്യം അറിഞ്ഞിരിക്കണം. എത്രയോ പേരുടെ കയ്യിൽ നിന്ന് ശുശ്രൂഷ പോയില്ലേ? എത്രയോ പേരുടെ കയ്യിൽ നിന്ന് പോയി. ഫലം കൊടുക്കാതെ എടുത്ത് വിറപ്പിക്കുകയാണ്. ബഹുമാന്യനായ ഒരുത്തൻ 60 വയസ്സ് വരെ കുളിച്ചു. ആ കഥ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. തലയിൽ ഒരു മുടിക്കെട്ടുണ്ട്. അത് കുളി കഴിയുമ്പോൾ തലയൊന്ന് കുടയുമ്പോൾ ആ കെട്ട് വന്ന് കറക്റ്റ് നിൽക്കുമെന്ന. 60 വയസ്സ് കഴിഞ്ഞിട്ടും കുടഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ കെട്ടുപോയത് അറിഞ്ഞില്ല. അതിന് കുടുംബാന്നാണല്ലോ പറയുന്നത്. കുടുംബം കൊഴിഞ്ഞു പോയി, അതറിഞ്ഞിട്ടില്ല. ഇപ്പോഴും കുളി കഴിഞ്ഞാൽ കുടയുന്നുണ്ട്. ഒത്തിരി പേര് ഇപ്പോഴും ശുശ്രൂഷയിൽ കുടയുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ല എന്നേ ഉള്ളൂ. അല്ലേ, ബഹളമാണ് കൂടുതൽ. ഭയങ്കര ബഹളമാണ്. ശക്തി വെളിപ്പെടുന്നില്ല. ദൈവത്തിന്റെ കൃപ വെളിപ്പെടുന്നില്ല. നമ്മിലൂടെ അങ്ങനെ വെളിപ്പെടാനുള്ള എളിമ നമുക്ക് വേണം. വിശുദ്ധി നമുക്ക് വേണം. കൃപ നമുക്ക് വേണം. ദൈവാശ്രയം നമുക്ക് വേണം. ഇവിടെ വ്യക്തമായി പറയുന്നു, പരിശുദ്ധാത്മാവിനാലും
ശക്തിയാലുള്ള അഭിഷേകത്താലാണ് ഈ പരിപാടി നടക്കുന്നത്. അതാ കർത്താവ് പറഞ്ഞേ, ഞാൻ പരിശുദ്ധാത്മാവിനാൽ ശക്തിയാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ടെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. അപ്പൊ ഇതിനർത്ഥം എന്താ? പഴയ നിയമകാലത്തെ അഭിഷേകത്താലല്ല ഈ പരിപാടി ആരംഭിക്കുന്നത്, പുതിയ നിയമത്തിലെ അഭിഷേകത്താലാണ്. സന്തോഷമുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഹല്ലേലൂയ പറയാം. പുതിയ നിയമ അഭിഷേകത്താൽ, പുതിയ നിയമ വ്യവസ്ഥയാൽ ഭൂതങ്ങളെ പുറത്താക്കുന്ന, അന്ധകാര ചങ്ങല പൊട്ടിക്കുന്ന എൻ്റെ തമ്പുരാന്റെ ശുശ്രൂഷ ആരംഭിച്ചു. നിങ്ങൾ അറിയണം, ദൈവരാജ്യം നിങ്ങളെ സമീപിച്ച് വന്നിരിക്കുന്നു. മത്തായി 3:2 മാർക്കോസ് 1:15 സമീപിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ, കർത്താവ് ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞ പറയാണ് സമീപിച്ച് വന്നിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ വലിയ കരുണയാൽ ഫിലദൽഫിയ AG ഷാർജ ഒരുക്കിയിരിക്കുന്ന ഈ പ്രോഗ്രാമിലൂടെ കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, ദൈവം നമ്മെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിന്റെ അഭിഷേകത്താൽ ചില കെട്ടുകൾ ഈ ശുശ്രൂഷകൾ അഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഐ നോ വെരി വെൽ, അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിലദൽഫിയ AGക്കാർ ഒരുക്കിയ വലിയ സേവനമാണിത്. അവരുടെ ഹൃദയം നന്നായി സന്തോഷിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിഷ്കളങ്കമായ പാസ്റ്ററുടെയും സഭയുടെയും സേവനത്തിന് സ്വർഗം തന്നെ ചില വാതിലുകൾ തുറന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയോ വ്യക്തികളുടെ കെട്ടുകൾ അഴിയുന്നു. ആമേൻ. നമ്മുടെ പരിപാടി ആരംഭിച്ച ശേഷം 7600 ചില്ലുവാനും ആളുകൾ കണ്ടു എന്ന് പറഞ്ഞ് യൂട്യൂബുകാർ തന്നെ നമ്മളെ അറിയിച്ചിരിക്കുക. കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട്. പ്രൈസ് ദി ലോർഡ്. എത്രയോ പേരെനിക്ക് മറുപടി അയച്ചിരിക്കുന്നു, സാറേ മെസ്സേജ് കേട്ട് ഞങ്ങൾ ജീവൻ പ്രാപിച്ചു, മെസ്സേജ് കേട്ട് വിടുതൽ അനുഭവിച്ചു എന്ന്. നമുക്കങ്ങനെ പരസ്യം കൊടുക്കുന്ന സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് പറയാത്തത്. അത് ആവശ്യമില്ല, ദൈവം ചെയ്യുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ നാമമഹത്വം എടുത്താൽ മതി. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു നിർത്തട്ടെ. എൻ്റെ ചോദ്യം ഇതാണ്, മൂന്നാമത്തെ എക്സ്പീരിയൻസ് എപ്പോഴാണ് ആരംഭിച്ചത്? 3-ാം യുഗം ആരംഭിച്ചപ്പോൾ. ആമേൻ. 3-ാം യുഗം ഏതാണ്? 2 കൊരിന്ത്യർ 6:2, ലൂക്കോസ് 4:18. സുപ്രസാദ കാലമാണത്. സുപ്രസാദ കാലം, പ്രസാദ വർഷമാണ്. അത് ഉദ്ഘാടനം ചെയ്തത് ലൂക്കോസ് 4:18 യേശുവാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അത് ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് യേശു പറയുന്നത്, ദാ വന്നിരിക്കുന്നു. ഒന്ന് വായിക്കാം ജീനെ, ലൂക്കോസ് 4:18. സുവിശേഷം അറിയിച്ചു, കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ. യെശയ്യാവിന്റെ പുസ്തകം 61:1 പ്രസാദ വർഷവും പ്രതികാര ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് പ്രസാദ വർഷം മാത്രം നമ്മുടെ ക്രിസ്തു ഉദ്ഘാടനം ചെയ്തു. അറിഞ്ഞിരിക്കുക, 3-ാമത്തെ പരിചയം, 3-ാമത്തെ അനുഭവം, 3-ാമത്തെ പ്രദർശനം ദൈവരാജ്യത്തിൻ്റെത് ക്രിസ്തുവാണ് ഉദ്ഘാടനം ചെയ്തത്. സന്തോഷമുള്ളവരെല്ലാം ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ് ആരാധിച്ചാട്ട്. നമ്മുടെ കർത്താവാണ് ഉദ്ഘാടനം ചെയ്തത് പ്രസാദവർഷം. ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാ പറഞ്ഞിരിക്കുന്നേ, ഇതാ ദൈവരാജ്യം സ്പഷ്ടമായി വന്നിരിക്കുന്നു, സമീപിച്ച് വന്നിരിക്കുന്നു. അത് മിനിസ്ട്രി ആരംഭിച്ചപ്പോഴാണ്. വലിയൊരു ശുശ്രൂഷ ഈ മീറ്റിങ്ങിലൂടെ ലോകം അനുഭവിക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് കർത്താവ് പാസ്റ്റർ രജി തോമസിനും ഷാർജയിലെ ഫിലദൽഫിയ AG ചർച്ചിനും ആഗതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും യൂട്യൂബിലൂടെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ക്രിസ്തുവിൽ നന്ദി ഓർപ്പിച്ചുകൊണ്ട് വാക്ക് കുത്തിരട്ടെ. നമുക്ക് അടുത്ത ദിവസം കോമയിട്ട് ആരംഭിക്കാം. ഗാഡ് ബ്ലസ് യു. രാജ
വാനമേഘത്തിൽ എഴുന്നള്ളാറായി രാജാധിരാജൻ മഹിമയോടെ. വാനമേഘത്തിൽ എഴുന്നള്ളാറായി യുഗായുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി. യുഗായുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി. വാഴും സുദിനം ആസന്നമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി രാജാധിരാജൻ മഹിമയോടെ.